ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല സന്ധ്യാസമയത്ത് ദൈവവചനം പഠിക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്ന ഭാഗ്യത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഇരുവായുത്തിലുള്ള ഏതു വാളിനെക്കാട്ടിലും മൂർച്ചയേറിയ ആ ദൈവിക വചനത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. കേൾക്കുന്ന വചനങ്ങൾ അധികം ശ്രദ്ധയോടെ നമുക്ക് കരുതാം. അത് നമ്മുടെ ആത്മാവിന്, നമ്മുടെ നിത്യജീവന് ഉതകുന്നതായി തീരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം ചില ദിവസങ്ങൾ എടുത്ത് നമ്മൾ ധ്യാനിച്ചു. ജാതികൾ സുവിശേഷത്താൽ യേശുക്രിസ്തുവിന്റെ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിന്റെ പങ്കാളികളും ആകണമെന്ന വലിയ വെളിപ്പാടിനെ പറഞ്ഞിട്ട് ഇനിയും 7-8 വാക്യമാണ് നാം ധ്യാനിക്കാനായി ഉള്ളത്. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. 7-8 വാക്യങ്ങൾ ഒന്ന് വായിച്ചാണ്. ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷരായി തീർന്നു. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയദാനത്തെ കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടക്കുന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. ഇത്രയും വലിയൊരു സന്ദേശം ദൈവസഭയ്ക്ക് കൊടുത്തിട്ട് അടുത്തത് പറയുകയാണ്. തന്റെ ശുശ്രൂഷയുടെ കാരണം എന്താണ്? തന്നെ ഇത്രയും വലിയ ദൗത്യം, ഇത്രയും വലിയ വെളിപ്പാടുകൾ ദൈവം ഏൽപ്പിക്കുവാനുള്ള കാരണം എന്താണ്? തന്നിലേക്ക് തന്നെ വരികയാണ്. തന്റെ ശുശ്രൂഷയെ പറ്റി പറയുകയാണ്. 7-ാം വാക്യം ഇങ്ങനെയാ തുടങ്ങുന്നത്. ആ സുവിശേഷത്തിന്, ഏത് സുവിശേഷത്തിന്? വേറെ ഒന്നുമല്ല, ജാതികളെ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാക്കിയ സുവിശേഷം, ജാതികളെ ക്രിസ്തുവിൽ ഏക ശരീരസ്ഥരാക്കിയ സുവിശേഷം, ജാതികളെ വാഗ്ദത്തത്തിൽ പങ്കാളികളായ സുവിശേഷം. ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷകനായി തീർന്നു. ചില വാക്കുകളൊന്ന് ശ്രദ്ധിച്ചാൽ, ഒന്നാമത്തത് സുവിശേഷത്തിനു വേണ്ടിയാണ് ഞാൻ ശുശ്രൂഷകനായത്. 2, ശക്തിയുടെ വ്യാപാരമാണ് എന്നെ ശുശ്രൂഷകനാക്കിയത്. 3, കൃപാദാനത്താലാണ് ഞാൻ ശുശ്രൂഷകനായി തീർന്നത്. നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം ഉണ്ട്. ആദ്യം വിശ്വാസി, പിന്നെ മൂപ്പൻ, പിന്നെ പാസ്റ്റർ, പിന്നെ സെൻട്രൽ പാസ്റ്റർ, പിന്നെ സ്റ്റേറ്റ് പാസ്റ്റർ. അങ്ങനെയല്ല. ദൈവത്തിന്റെ കൃപയാൽ ഐ ആം ഡയറക്ട്ലി അപ്പോയിന്റഡ്. ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ ശുശ്രൂഷകനായി തീർന്നു, ശുശ്രൂഷക്കാരനായി തീർന്നു. ദൈവം തീർത്തു. എങ്ങനെ തീർത്തു? തന്റെ വ്യാപാര ശക്തി പ്രകാരം. ശക്തിയുടെ അക്കോർഡിംഗ് ടു ദ വർക്ക് ഓഫ് ഹിസ് പവർ. അവിടെയും അദ്ദേഹം പറയുന്നത് ജാതികൾക്ക് വേണ്ടി ശുശ്രൂഷകനായാൻ പറ്റിയതിലുള്ള ക്രെഡിബിലിറ്റി, അതിൽ അഭിമാനിക്കുന്ന വ്യക്തിയായിരുന്നു പൗലോസ്. ശുശ്രൂഷയും ദൈവശക്തിയും തമ്മിലുള്ള ബന്ധം എന്തുവാ? വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ്? ആമേൻ. അനോയിന്റിങ്, അല്ലെങ്കിൽ wherever it speaks about anointing, it speaks about power. പഴയ നിയമകാലത്തിൽ നമ്മൾ നോക്കിയാൽ അനോയിന്റിങ്, എണ്ണ കൊണ്ട് അനോയിന്റ് ചെയ്യുമായിരുന്നു. തലയിൽ എണ്ണ, അഭിഷേക തൈലം ഒഴിക്കുമ്പോൾ അത് അനോയിന്റിങ്ങിന്റെ സിംബൽ ആയിട്ട് കണ്ടിരുന്നു. സോ ഇറ്റ് മേക്സ് എ ഡിഫറൻസ്. പഴയ നിയമത്തിൽ തന്നെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ അതിനകത്തൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. കാരണം ശമൂവേല് തന്റെ തൈലക്കൊമ്പം എടുത്തുകൊണ്ടുപോയി ദാവീദിനെ അഭിഷേകം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. So we can see that anointing makes the difference. ഒരു ചെറുപ്പക്കാരനായ, സാധാരണക്കാരനായ ഒരു പയ്യനെ, അതായത് ആടുകളെ മേയിച്ചുകൊണ്ട് നടന്ന ഒരു പയ്യന്, ഒരു രാജ്യത്തിന്റെ തലപ്പത്തൊരു സിംഹാസനത്തിലേക്ക് കൊണ്ടിരുത്തിയ ഒരു അഭിഷേകം,
സോ അതൊരു വലിയ വ്യത്യാസമല്ലേ? ഇന്ന് രാത്രി അങ്ങനെ ഒരു വ്യത്യാസം ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിന് അത് ആഗ്രഹമുണ്ടെങ്കിൽ, ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക, കർത്താവേ, you should anoint me. So anointing makes the difference in the church, in government, in business, in our schools, in our homes. Anointing is not just for ministries, it's for everyone. എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും അഭിഷേകം. ദൈവത്തിന്റെ വചനത്തിൽ നാം പഠിച്ചാൽ, ദൈവത്തിന്റെ വചനം 3 തരത്തിൽ നമ്മളെ അഭിഷേകം ചെയ്യും. 133 സങ്കീർത്തനം 2 വാക്യത്തിൽ ഒരു അഭിഷേകമുണ്ട്. അഹരോന്റെ താടിയിൽ നിന്ന് എന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് പകരപ്പെടുന്ന ഒരു അഭിഷേകം. അവൻ പകരപ്പെടുന്ന ഒരു അഭിഷേകം. മോശ അഹരോന്റെ തലയിലെ മേൽ അഭിഷേക തൈലം ഒഴുക്കിയപ്പോൾ അത് അഹരോന്റെ മുടിയിലേക്ക്, തന്റെ താടിയിലേക്ക്, പിന്നീട് വസ്ത്രങ്ങളിലേക്ക് പകരപ്പെട്ട ഒരു അഭിഷേകം. He was drenched in the anointing. അഭിഷേകത്താൽ കുളിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ദൈവസഭയെ ക്രിസ്തുവെന്ന ശരീരം, ക്രിസ്തുവെന്ന തലയുടെ ശരീരമായ സഭയുടെ മേൽ അഭിഷേകം പകരപ്പെട്ടതിന്റെ ഒരു നിഴലാണ് നമ്മൾ ഈ കാണുന്നത്. അഹരോൻ അവന്റെ മേൽ പകരപ്പെട്ടതിന്റെ ശരീരത്തിലേക്ക് പകർന്നതുപോലെ ജീസസ്, കർത്താവിന്റെ പേര് മെസയ, ദ അനോയിന്റഡ് വൺ. കർത്താവിന്റെ പേര് തന്നെ അനോയിന്റഡ് വൺ എന്നാണ്. ആമേൻ. ഇന്ന് പകൽ ഈ ദിവസങ്ങളിൽ അവൻ പൗലോസേ, അങ്ങക്ക് എന്തിനാണ് ഈ അഭിഷേകത്തിന്റെ ആവശ്യം ശുശ്രൂഷിക്കാൻ? അങ്ങക്ക് അറിവുള്ള ആളല്ലേ? അങ്ങേ ഒരു വേദിയിലേക്ക് കയറ്റി നിർത്തിയാൽ എന്തും തെളിയിക്കുവാൻ വാക്സാമർത്ഥ്യമുള്ള ആളല്ലേ? പൗലോസ് പറയും, അല്ല, എന്നെ അവൻ ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരമാണ് ശുശ്രൂഷകനാക്കി തീർത്തത്. നമുക്ക് ഓരോ ശുശ്രൂഷകളൊക്കെ കാണുമ്പോൾ ഇതെന്റെ ബുദ്ധി കൊണ്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നും. അതൊരു തോന്നല. ശുശ്രൂഷിക്കാൻ കേറി നിൽക്കണം. അത് അഭിഷേകത്തിൽ അല്ലെങ്കിൽ നമുക്ക് പഠിച്ചൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ അത് നിലനിൽക്കത്തില്ല. നിലനിൽക്കുന്ന ഒരു ശുശ്രൂഷ വേണമെങ്കിൽ we need a saturating anointing. There is a need today for drenching and saturating anointing. നമ്മളെ ആകമാനമായി മുക്കിക്കളയുന്ന ഒരു അഭിഷേകം നമുക്ക് വേണം. നമ്മുടെ ജഡത്തെ മുക്കുന്ന, നമ്മുടെ ഇച്ഛകളെ മുക്കുന്ന, നമ്മുടെ മേലുള്ള അഭിലാഷങ്ങളെ മുക്കിക്കളയുന്ന ഒരു ദൈവിക അഭിഷേകത്തിന്റെ ഒഴുക്ക് നമ്മളിൽ ഉണ്ടാകണം. കാരണം നമ്മൾ ചെറിയ വിഷയത്തോടല്ല, നമ്മൾ ശുശ്രൂഷയിൽ നിൽക്കുന്നവരോട് പറയാം, നമ്മളൊരു ചെറിയ ഒരു രാജ്യത്തോടല്ല ഫൈറ്റ് ചെയ്യുന്നത്. we are fighting bigger things that we were ever fought before. നമ്മളെ കൊണ്ട്, നമ്മുടെ ജഡം കൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റുന്ന ഒരു മണ്ഡലത്തോടല്ല നമ്മൾ ഈ ദിവസങ്ങളിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത വലിയ ശക്തികളോടാണ്. So we need a big anointing. So ഇതൊന്നും എന്റെ സ്ക്രിപ്റ്റിൽ ഇല്ലെങ്കിലും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയട്ടെ, it's time to ask God to saturate us in the anointing. അഭിഷേകത്തിന്റെ അകത്ത് ഒന്ന് എന്നെ മുക്കിയെടുക്കണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? Lord, this is a time to saturate us in the anointing. Hallelujah. Hallelujah. Thank you, Jesus. അടുത്തൊരു anointing ആണ്. First is saturating anointing. Second is fresh anointing. ദൈവത്തിന്റെ ആത്മാവിൽ പഴയ നിയമത്തിലെ ഒരു അഭിഷേകമായിരുന്നു ഫ്രഷ് അനോയിന്റിംഗ്. 92 സങ്കീർത്തനം 10 വാക്യത്തിൽ പറയുന്നത്, ആമേൻ, ആമേൻ, I have been anointed with fresh oil. പുതിയ എണ്ണ കൊണ്ട് അവൻ എന്നെ അഭിഷേകം ചെയ്യുന്നു. ന്യൂ വൈൻ, ന്യൂ ഓയിൽ, പുതിയ എണ്ണയുടെ അനുഭവം, പുതിയ വീഞ്ഞിന്റെ അനുഭവം തരാൻ പരിശുദ്ധാത്മാവിന് പറ്റും. പുതുക്കമാണ്. എനിക്കെപ്പോഴും ഇഷ്ടമുണ്ട് ചില അഭിഷക്തന്മാരെ ശുശ്രൂഷിക്കാൻ. അവര് പറഞ്ഞത് തന്നെ ആയിരിക്കും തിരിച്ചും പിരിച്ചും ഒക്കെ പറയുന്നത്.
അവർക്ക് ഒന്നോ വളരെ ചുരുക്കം മെസ്സേജുകളെ ഉള്ളെങ്കിലും കണ്ടന്റ് ഒക്കെ സെയിം ആണെങ്കിലും നമ്മൾ അവരുടെ മുന്നിൽ പോയിരിക്കുമ്പോൾ അവരെത്ര റിപ്പീറ്റ് ചെയ്ത് പ്രസംഗിച്ചാലും നമുക്കത് ബോറടിക്കത്തില്ല. അയ്യോ, ഇത് റിപ്പീറ്റഡ് സെർമൺ ആണല്ലോ എന്നൊരു തോന്നൽ പോലും നമുക്കുണ്ടായില്ല. റീസൺ ദ ഹോളി സ്പിരിറ്റ് വിൽ റിന്യൂ. ഒരു റിന്യൂവേഷൻ നടക്കുക, ഒരു റിന്യൂവൽ നടക്കുക. എപ്പോഴും പരിശുദ്ധാത്മാവിന് ഒരു ഫ്രഷ്നെസ് തരാൻ പറ്റും. Amen. I have been anointed with fresh oil. പുതിയ എണ്ണ, പുതുക്കം. Amen. നമ്മുടെ ഈ ക്ലാവ് പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്, ക്ലാവ് പിടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ കുറെ കഴിയുമ്പോഴത്തേന് നമുക്ക് we can become stale in our anointing, especially we're still trying to hang on something that happens a long time. We have got to make sure the anointing is still fresh. ഒരേ കാര്യം തന്നെ തുടർന്നുകൊണ്ടിരിക്കുവാണെങ്കിൽ നമുക്ക് അല്പമൊക്കെ വിരസതകൾ തോന്നാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും അല്ല, തോന്നാൻ ദാറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ കേട്ടോ. എപ്പോഴും ഓർത്തോഡോക്സ് ശുശ്രൂഷയിലാണ്, ജീവിതത്തിലാണെങ്കിലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എപ്പോഴും അങ്ങ് നമ്മളൊരു ഹൈറ്റിൽ, ഒരു പിന്നാക്കിലൊന്നും ആയിരിക്കത്തില്ല നിൽക്കുന്നത്. അപ്പൊ ഇടയ്ക്കൊക്കെ ഒന്ന് ഡൗൺ ആയിപ്പോയാലും നിങ്ങൾ ഭാരപ്പെടരുത്. Strengthen yourself in the Lord. കർത്താവിൽ തന്നെ ബലപ്പെടണം. And ask for a fresh anointing. The Holy Spirit can do it. ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി എപ്പോഴും ഒരുങ്ങണം. Has church became routine. നമ്മുടെ സഭകളൊക്കെ ഒരു റൂട്ടീനായിട്ട് മാറാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അമേരിക്കയിലൊരു ദൈവാസൻ, അല്ല അനുഗ്രഹിക്കപ്പെട്ട സഭ നയിക്കുന്ന ദൈവാസനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാം മോഡൽ ഇംഗ്ലീഷ് ചർച്ചുകളാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല അവിടുത്തെ എനിക്ക് ഇഷ്ടമുള്ള ഒന്ന് അവരുടെ ടൈമിങ്, അവരുടെ ആരാധന തുടങ്ങുന്ന സമയം, തീരുന്ന സമയം, അവർക്കൊരു പങ്ക്ച്വാലിറ്റി ഉണ്ട്. ദെൻ അവർക്കുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ അവരുടെ ആരാധനയ്ക്കകത്ത് ഒരു പ്രൊഫഷണലിസം ഉണ്ട്. ഒരു പ്രൊഫഷണലിസം. കീബോർഡ് വായിക്കാൻ അറിയാം എന്നുള്ളത് കൊണ്ട് അവർ കീബോർഡ് വായിക്കില്ല. പാട്ട് പാടാൻ അറിയാം എന്നുള്ളത് കൊണ്ട് അവർ പാട്ട് പാടില്ല. അവരത് പെർഫെക്ഷണലിസ്റ്റുകളാണ്, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നവരാണ്. അപ്പോ ഇതെല്ലാം കോപ്പി ചെയ്തിട്ട് നമ്മുടെ മലയാളി കുഞ്ഞുങ്ങളും ഒരു പെർഫെക്ഷണലിസം ഒക്കെ നോക്കി ആരാധനയെ ഒരു റൂട്ടീനാക്കി മാറ്റിയോ എന്നൊരു സംശയം. കാരണം അത് പെർഫെക്റ്റ് ആയി കഴിയുമ്പോൾ, നോട്ടിനനുസരിച്ച് പാടുമ്പോൾ, നല്ല പാട്ടുകൾ ഇംഗ്ലീഷുകാർ, ഹിൽ സോങ് ചർച്ചുകാർ പാടുന്ന പോലെ പാടുമ്പോഴൊക്കെ അതിനകത്തൊക്കെ എവിടെയോ സാറ്റിസ്ഫൈഡ് ആയി പോകുന്നുണ്ടോ, ഒരു റൂട്ടീനായി പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ദൈവമക്കളെ, അത് പിശാചിന്റെ വലിയൊരു കണിയാണ്. ഇതൊരു റൂട്ടീനായി തീർന്നാൽ, ബൈബിൾ ക്ലാസ് റൂട്ടീനായി തീർന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രെയർ ലൈനുകൾ, പ്രാർത്ഥനാ ജീവിതമില്ലാത്തുള്ള സൂം മീറ്റിങ്ങുകൾ ഒരു റൂട്ടീനായി തീർന്നു കഴിഞ്ഞാൽ അതൊരു വലിയ കണിയായി ഭവിക്കാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. നമ്മുടെ വ്യക്തിപരമായ ആരാധനയെ കൊയർ ഇൻഫ്ലുവൻസ് എന്താ പറഞ്ഞ, അതിനെ ലീഡ് ചെയ്യാൻ പാടില്ല. അതിനെ എന്നാ പറയുന്നത്, അതിനെ സ്വാധീനിച്ച് കൊയറിൽ പാടുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ വ്യക്തിപരമായ ആരാധന കുറയ്ക്കാൻ പാടില്ല. പ്രസംഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ദൈവവചനം, ധ്യാനവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കുറവ് വരാൻ പാടില്ല. കൂട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പ്രാർത്ഥനാ ജീവിതത്തിന് വ്യത്യാസം വരാൻ പാടില്ല. When the power of the Holy Spirit brings the anointing, there is a freshness to it, a quickening that changes the atmosphere. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ആ അന്തരീക്ഷത്തിന് തന്നെ വ്യത്യാസം ഉണ്ടാകും. അവിടുത്തെ അറ്റ്മോസ്ഫിയർ മാറും. It became a fresh anointing. Makes the difference in your prayer, your praise, your spirit and your house. God gives us a fresh anointing. ദൈവത്തിന് തരുന്നതെല്ലാം പുതിയതാ, എപ്പോഴും പുതിയതാ ദൈവം തരുന്നത്. ഫ്രഷ്നെസ് വരും. അപ്പൊ എപ്പോഴും പ്രസംഗിച്ച് 2-3 മീറ്റിംഗ്, കർത്താവേ വയ്യ, തീർന്നു, തളർന്നു, എക്സോസ്റ്റഡ് ആയിട്ടായിരിക്കും അടുത്ത മീറ്റിംഗിലേക്ക് കയറുന്നത്. 10 മിനിറ്റ് ഒന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ദേഹത്തേക്ക് ഒരു വലിയ ബ്ലാങ്കറ്റ് വന്ന് വീഴുന്നത് പോലെ ഫീൽ ചെയ്തിട്ട് നമ്മളെ കർത്താവ് എംപവർ ചെയ്യും. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ അകത്ത് പിശാച് മടുപ്പിക്കുന്നത് കൊണ്ടുവരും. മടുപ്പിക്കും. എന്തിനാ ഇതൊക്കെ, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ നമ്മുടെ ഹൃദയത്തിൽ തന്നെ പിശാച് ചോദിക്കും. ഇതിന്റെ ആവശ്യമുണ്ടോ? എന്തിനാ എല്ലാ ആഴ്ചയിലും പ്രാർത്ഥനയ്ക്ക് വന്നു? എന്തിനാ ടൈത്ത് കൊടുക്കുന്നത്? എന്തിനാ ഈ സമയങ്ങൾ? ആ സമയം നമുക്ക്
വേറെ വ്യക്തിപരമായ എന്തെങ്കിലും ചെയ്തുകൂടെ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ അകത്തളത്തിൽ വരും കേട്ടോ. അപ്പോ ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിച്ച് അതിന്റെ മേൽ ജയമെടുത്തോണം. കർത്താവ് പറഞ്ഞ, കർത്താവേ, I need a fresh anointing this night. ഇന്ന് രാത്രി എനിക്കൊരു പുതിയ അഭിഷേകം തരണം, ഒരു പുത്തൻ അനുഭവം തരണം. ഹല്ലേലൂയ. യെസ്, ദൈവത്തിന് അതിനെ ഫ്രഷ് ആക്കാൻ പറ്റും. നമ്മുടെ കഥകിന്റെ ഒക്കെ പഴയ വീടുകളുള്ളവർക്കറിയാം, കഥകിന്റെ ഒക്കെ വ്യാപരിയൊക്കെ അനക്കാൻ പറ്റാതിരിക്കുമ്പോ അമ്മമാര് അവരുടെ പാചക എണ്ണയിൽ നിന്ന് ശകല എണ്ണ അതിലേക്ക് ഒഴിക്കുമ്പോൾ അത് റിന്യൂ ആകും, അത് പുതുതാക്കപ്പെടും. അതിന്റെ സ്റ്റബേൺ ആയിട്ടുള്ള അത് വർക്ക് ചെയ്യാതിരുന്നതെല്ലാം മാറിയിട്ട് അത് ഫ്രഷ് ആകുന്നത് പോലെ the Holy Spirit will pour out the fresh anointing upon you. That makes difference in your prayer. അത് നമ്മുടെ പ്രാർത്ഥനയെ രൂപാന്തരപ്പെടുത്തും, അത് നമ്മുടെ സ്തുതികളെ രൂപാന്തരപ്പെടുത്തും, നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തും, നമ്മുടെ വീട്ടിന്റെ അകത്തെ അന്തരീക്ഷത്തെ മാറ്റും. ഇതൊന്നും എന്റെ സ്ക്രിപ്റ്റിനകത്തുള്ളതല്ല, പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാൻ എന്നെ നിർബന്ധിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, the third anointing is the anointing of wisdom and favor. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന വേറൊരു അഭിഷേകമാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. 1 യോഹന്നാൻ 2:20 പറയുന്നു, but you have anointed from the Holy One and you know all things. ആമേൻ. ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മളെ അഭിഷേകം ചെയ്താൽ നമ്മൾ എല്ലാ കാര്യങ്ങളെയും അറിയുന്നവരായിത്തീരും, എല്ലാം അറിയും. സോ ഒരു ദിവസം ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് എവിടെയെങ്കിലും അറിവില്ലാത്തൊരു മേഖലയുണ്ടെങ്കിൽ yield to the Holy Spirit. Hallelujah. Thank you, Jesus. The anointing will give you the difference. Hallelujah. വലിയ പണ്ഡിതന്മാരുടെയൊക്കെ മുമ്പിൽ നിൽക്കുവാനുള്ള ദൈവകൃപയാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയ്ക്കും. Nothing can take place of the anointing. We cannot fake the anointing. Anointing in a duplicate ഒന്നും ഇറക്കാൻ പറ്റില്ല. Hallelujah. There is no substitute for anointing. ദൈവത്തിന്റെ പവർ, ദൈവത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശുശ്രൂഷയിൽ മുന്നേറാൻ പറ്റത്തുള്ളൂ. Nothing, ഇത് നിങ്ങൾ എഴുതി വെച്ചോണം നിങ്ങളുടെ ബുക്കിൽ. Nothing can take the place of the anointing. Nothing can take the place of anointing. അഭിഷേകത്തിനു പകരം അഭിഷേകം മാത്രമേ ഉള്ളൂ. We need real anointing from the Holy Spirit, not a man-made substitute. Substitute anointing ഒന്നും പറ്റത്തില്ല. അപ്പോസ്തല പ്രവൃത്തി 10:38 പറയുക, God anointed Jesus of Nazareth with the Holy Spirit and with power, who went about doing good and healing all who were oppressed by the devil, for God was with him. അവൻ നസറനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നിറച്ചു. ശ്രദ്ധിക്കണേ ദൈവമക്കളെ, യേശു കർത്താവിന്റെ ശുശ്രൂഷയെ പറ്റി അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുക, ദൈവത്തിന്റെ വചനം പറയാ, നസറനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നിറച്ചു. From the womb to the tomb, Jesus was guided by the Holy Spirit. Jesus was infilled by the Holy Spirit. Jesus was completely, amen, hallelujah, anointed by the Holy Spirit. പരിശുദ്ധാത്മാവൻ, കർത്താവിന്റെ ശുശ്രൂഷ മാത്രം നോക്കിയാൽ മതി. ഈ യേശു കർത്താവിന് ഈ അഭിഷേകത്തിന്റെ ശക്തി ശുശ്രൂഷയ്ക്ക് ഉപോത്ബലകമായി വേണമായിരുന്നെങ്കിൽ നമുക്ക് എത്രയധികം വേണമെന്ന് രാത്രി ഒന്ന് മനസ്സിൽ കുറിച്ചിടുന്ന നല്ലതായിരിക്കും. ആമേൻ. യേശു കർത്താവിന്, ആമേൻ, ഞാനൊന്ന് വിവരിച്ചു പറയാം. യേശു കർത്താവിന്റെ ജീവൻ, I already told you that Jesus, the name of Jesus is Messiah, the anointed one. അഭിഷക്തൻ എന്ന കർത്താവിന്റെ പേരിന്റെ തന്നെ അർത്ഥം. മറിയയുടെ ഉദരത്തിൽ കർത്താവ് ഉൽപാദിതനായത് പരിശുദ്ധാത്മാവിനാലാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രൊട്ടക്ട് ചെയ്ത് സീൽ ചെയ്തത് പരിശുദ്ധാത്മാവാണ്. താൻ യോർദാന്റെ കരയിൽ സ്നാനപ്പെട്ട് ആമേൻ ആ വെള്ളത്തെ രണ്ടായി വകഞ്ഞുകൊണ്ട് മുകളിലേക്ക് ഉയർന്നു വന്നപ്പോൾ സ്വർഗം കീറി പ്രാവുന്ന രൂപത്തിൽ തന്റെ മേൽ പുത്രത്വത്തെ സീൽ ചെയ്തത് പരിശുദ്ധാത്മാവാണ്. ഇവൻ എന്റെ പ്രിയപുത്രനിൽ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന മാത്രയിൽ ഒരു പ്രാവെന്ന രൂപത്തിൽ എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ കർത്താവിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നു, ജീസസ് ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. യേശു കർത്താവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി
നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്നോണ്ട് പറയണം, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. നിറയുക എന്ന പദം ഒന്ന് ശ്രദ്ധിച്ച്, നിറഞ്ഞു. നമ്മൾ പറഞ്ഞില്ലേ, വെള്ളം ഒഴിച്ച് നിറഞ്ഞട മക്കളെ, ഇനി അത് ഓവർഫ്ലോ ആകും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അതൊന്ന് കവിഞ്ഞൊഴുകണം. അതുകൊണ്ടാ 12 സംവത്സരം രക്തസ്രാവക്കാരി സ്ത്രീ അപ്പന്റെ ഡ്രസ്സെ കയറി പിടിച്ചപ്പോൾ അവൾക്ക് ഷോക്ക് കിട്ടിയത്. അവളിലേക്കൊരു കഥ പറഞ്ഞ, ആരാ എന്നെ തൊട്ടത്, ആരാ എന്നെ തൊട്ടത്, ആരാ എന്നെ തൊട്ടത്, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. He was the power station, he was the power bank. Yes, എന്റെ യേശു ശക്തിയുടെ ഉറവിടമായിരുന്നു. Please be connected with the source of power and you will be a power station. യോർദാൻ വിട്ടു മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ ഉള്ള ഒന്നാമത്തെ കാര്യം, ദൈവിക ജ്ഞാനം ലഭിക്കും. 2, the Holy Spirit will direct you. നമ്മളെ പരിശുദ്ധ ആത്മാവ് നടത്തും. അതാണ് ഗലാത്യ ലേഖനവും എഫീസ് ലേഖനവും ലേഖനങ്ങൾക്കകത്ത് പൗലോസ് പറഞ്ഞ, ആത്മാവ് നടത്തുന്നവർ ദൈവത്തിന്റെ മക്കളാണ്. ആത്മാവിനാൽ നടത്തപ്പെടുക. ജഡത്തിൽ നടക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ എവിടെ പോവും, കാല് പോകുന്നിടത്തോട്ടെല്ലാം പോവും. അങ്ങനെ പോകുന്നവരുണ്ട്. പരിശുദ്ധാത്മാവിന്റെ നിയോഗമില്ലാതെ ചലിക്കരുത്. എനിക്ക് ദൈവം തന്നിട്ടൊരു വാണിംഗ് ഉണ്ട്. ഈവൻ ഞാൻ വിസിറ്റിങ്ങിന് പോകണമെങ്കിൽ പോലും ഞാൻ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടേ പോകത്തുള്ളൂ. ദൈവത്തിന്റെ നിയോഗത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. If God is not directing you, if the Holy Spirit is not directing you, please do not take any step. അടുത്ത ഫർദർ സ്റ്റെപ്പ് വെക്കുന്നതിന് മുമ്പേ ദൈവത്തോട് ചോദിക്കണം. പരിശുദ്ധാത്മാവ്, ആത്മാവിന്റെ സമ്മതം മേടിക്കണം. ആത്മാവ് നമ്മളെ നടത്തും. പക്ഷെ ആത്മാവ് നമ്മളെ നടത്തുന്നത് മരുഭൂമിയിലേക്കായിരിക്കും. അവിടെയും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. മരുഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തിയാൽ പിശാചിനെ ജയിക്കുക എന്നൊരു വലിയ ദൗത്യം അവിടെയുണ്ട്. 14-ാമത്തെ വാക്യം, ആ ടെസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേന് ലൂക്ക് 4:14, യേശു ആത്മാവിന്റെ ശക്തിയോടെ ആത്മാവിനൊരു ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനോട് ക്ലാസ് എടുക്കാൻ പറയും, ഇഫ് യു മിസ് ദ ഹോളി സ്പിരിറ്റ് യു മിസ് സംതിങ് ഗ്രേറ്റ്. അടിച്ച് 2 പ്രസംഗം പറയാം. That won't touch people. That won't last forever. That will not make any transformation in you and among the people. നമ്മളിൽ ഉണ്ടാക്കത്തില്ല, കേട്ടോണ്ടിരിക്കുന്നവർക്കും ഉണ്ടാവത്തില്ല. ഒന്ന് പ്രസംഗിച്ചെന്ന് പറയാം, അത്രേ ഉള്ളൂ. പക്ഷെ അതിനപ്പുറത്തായിട്ട് ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് നടത്തുന്നിടത്തോട്ട് നമ്മൾ പോയാൽ നമ്മുടെ ശുശ്രൂഷയുടെ ശക്തി വർദ്ധിക്കും. നമ്മുടെ തലം മാറും. ഹല്ലേലൂയ. അടുത്ത ലെവലിൽ കയറും. കേട്ടോണം, അവന്റെ സ്തുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. ആത്മാവ് നടത്തി കഴിഞ്ഞാൽ പിന്നെ സ്തുതി കേൾപ്പിക്കാനൊന്നും നിൽക്കണ്ട. സ്തുതി ഓട്ടോമാറ്റിക്കായിട്ട് പരന്നോളും. ആമേൻ. Your anointing has the power to attract the crowd. നമ്മൾ അതിനകത്ത് വേറെ ടെക്നിക്കുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഹ്യൂമൻ ടെക്നിക്സ് ഒന്നും വേണ്ട അതിനകത്ത്. If we are really anointed, people will easily understand it. അഭിഷേകം ഉള്ളവന് കാന്ത അടുത്ത് ചെല്ലുമ്പോ കാന്തത്തിനറിയാം ഇത് കാന്തവാ വന്നേന്ന്. കർത്താവായ യേശു ക്രിസ്തു അനോയിന്റഡ് ആണോ? എങ്ങനെ അറിയാം? കർത്താവായ യേശു ക്രിസ്തു ദെക്കപ്പൊലിത്ത നാട്ടിൽ ദൂരെ ചെന്നപ്പോളെ കല്ലറയിൽ ഒരുത്തൻ കർത്താവിനെ അന്വേഷിച്ച് വന്നിട്ട് പറഞ്ഞു, നീ എന്നെ സമയത്തിന് മുമ്പേ ദണ്ഡിപ്പിക്കാൻ വന്നതാണോ? The evil spirit sensed the presence of Jesus. യേശു കർത്താവിന്റെ സാന്നിധ്യത്തെ പൈശാചിക മണ്ഡലങ്ങൾ അറിഞ്ഞു. ഞാൻ ആത്മാവിനൊരു ദൂത് പറയട്ടെ. If you carry the anointing of the Holy Ghost, if you carry Jesus in the fuller sense in your body, when you walk through the road, അതിന്റെ 2 സൈഡിലുള്ള പൈശാചിക മേഖലകൾ ഡിസപ്പിയർ ആകും. Cannot sit there. It cannot sit there. Wherever you touches, the anointing will overflow. Hallelujah. Oh, riba kalaba shanterebe. യേശുവിന്റെ നാമത്തില് അങ്ങനെ അഭിഷക്തരെയാണ് ഈ കാലഘട്ടത്തിന് ആവശ്യമുള്ളത്. മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് നടത്തുന്ന, അംഗഹീനർക്ക് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ അംഗങ്ങൾ, അവരുടെ നഷ്ടപ്പെട്ടു പോയ അവയവങ്ങൾ മടങ്ങി വരുന്ന
ഒരു അഭിഷേകം ഈ ദിവസങ്ങളിൽ വ്യാപരിക്കട്ടെ. ഇന്ത്യയെ ഭരിച്ചു നിൽക്കുന്ന ദുഷ്ടവ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, let them sense the presence of Jesus. അതിനാ നമ്മുടെ സഭയെ ദൈവം നട്ടിരിക്കുന്നത്. അതിനാ സഭയെ ഈ ഭൂമിയിലാക്കിയേക്കുന്നത്. സഭയെ, നീയാണ് ശക്തി സ്രോതസ്. യു ആർ ദ പവർ സ്റ്റേഷൻ. അവൻ അവരുടെ പള്ളിയിൽ ഉപദേശിച്ചു, എല്ലാരും അവനെ പ്രശംസിച്ചു. കർത്താവിന് പ്രശംസ കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്തില്ല, പക്ഷെ അവന്റെ ശുശ്രൂഷ കണ്ടപ്പോ ഓട്ടോമാറ്റിക്കലി അവർ ശുശ്രൂഷിച്ചു. ഒന്ന്, അവൻ ഇറ്റ് വിൽ റിയലി ഓപ്പൺ വേസ് ഫോർ യുവർ മിനിസ്ട്രി. Hallelujah. Thank you, Jesus. Hallelujah. Amen. Amen. So it will, നമ്മുടെ ജീവിതത്തിൽ അത് പ്രകടമായിട്ട് വരും. When we get anointed, we go about and doing good. When we get anointed, God opens doors for us. അയ്യോ, എനിക്ക് വേണ്ടി ഒരു അവസരം തരണേ എന്ന് ചോദിക്കേണ്ട വരില്ല. അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാത്തു നിൽക്കും. എലീശ പ്രവാചകന്റെ മേൽ പുതപ്പ് വീട് കഴിഞ്ഞപ്പോ എലീശ പ്രവാചകൻ ചെയ്തത് ആദ്യം തന്നെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമല്ല. He became a servant of Elijah. I love that phrase. അവൻ ആ എലീശ ഏലിയാവിന്റെ പിന്നാലെ ഓടി അവന്റെ ദാസനായിരുന്നു. ശുശ്രൂഷകൻ ഒരു ദാസത്വത്തിലൂടെ പഠിക്കുന്ന നല്ലത്. He have to surrender. He had to do everything. എനിക്ക് ഈ 2 വാക്യങ്ങൾ നമ്മളിപ്പോ ധ്യാനിക്കുന്ന എഫേസ്യ ലേഖനം 3-ന്റെ 7, 8, 9 വാക്യങ്ങളുണ്ടല്ലോ. That shows the humility of the man of God. പൗലോസിന് എന്തൊക്കെ പുകഴ്ച പറയാനുണ്ട്. പൗലോസിന്റെ ക്രെഡിബിലിറ്റി എന്തൊക്കെയാണ്. റോമക്കാരനാ, റോമൻ പൗരത്വമുള്ള, എവിടെങ്കിലുമൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ അവൻ റോമക്കാരൻ എന്ന് പറയുമ്പോഴേ വിറച്ചോണ്ട് അവർ വിടുവായിരുന്നു. നമുക്കറിയാം, അതൊക്കെ നമുക്കറിയാം. നല്ല ഒരു പരീശനായിരുന്നു, നല്ല സീലുള്ള യഹൂദന് ജനിച്ച യഹൂദനായിരുന്നു. അങ്ങനെ വലിയ ക്രെഡൻഷ്യൽസ് ഉള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ അതൊന്നും ഇവിടെ പറയുന്നില്ല. ഞാനാണെങ്കിൽ ആദ്യം ഇതൊക്കെ പറഞ്ഞു. മാനസികമായിട്ട് നമ്മൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരാൾ പണ്ട് പറഞ്ഞു, പാസ്റ്റർ എന്നെ പറ്റി പറഞ്ഞത് കുറഞ്ഞു പോയെന്നു. ചിലർക്ക് ഒത്തിരി പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പറഞ്ഞത് കുറഞ്ഞു പോയ ഒരാളെ ഒരു പോസ്റ്ററില് ഡോക്ടർ എന്ന് വെക്കാൻ മറന്നുപോയപ്പോൾ he just pointed out, please, I'm a doctor. Amen. Hallelujah. See, അതൊക്കെ ഒരു മാനുഷികമായിട്ടുള്ള ഒരു ഇതാണ്. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ പൗലോസ് പറയുന്നത് കേട്ടോ, ദൈവത്തിന്റെ ശക്തിയാ എന്നെ ശുശ്രൂഷകനാക്കി മാറ്റിയത്, എന്നെ ശുശ്രൂഷകനാക്കി തീർത്തത്. ആമേൻ, സ്തോത്രം. ആമേൻ. എന്നെ പഠിപ്പിച്ച, ആമേൻ, ഹല്ലേലൂയ, ഗമാലിയേലല്ല, ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അദ്ദേഹത്തിന് എന്തെല്ലാം കാര്യങ്ങൾ പുകഴ്ച പറയാനുണ്ടായിരുന്നില്ലേ? എന്തെല്ലാം വേണമെങ്കിൽ പറയായിരുന്നു. പുള്ളിക്കാരന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയാമായിരുന്നു. പക്ഷേ he was silent here. ഇത്രയും വലിയൊരു വെളിപ്പാട് പറഞ്ഞിട്ട് അദ്ദേഹം പറയാ, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ ആകുന്നത് ദൈവത്തിന്റെ കൃപയാൽ, കർത്താവിനെ അല്ലാതെ വേറെ എനിക്കൊന്നും അറിയത്തില്ല. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് രാത്രി നമ്മുടെ അദ്ദേഹം പക്ഷെ പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം തന്റെ അപ്പോസ്റ്റൽഷിപ്പിനെ ചോദ്യം ചെയ്തപ്പോ അദ്ദേഹം അതിന് മറുപടി കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്. പക്ഷെ ശുശ്രൂഷയിൽ ഇത്രയും വലിയ വാഗ്ദത്തം, ഇത്രയും വലിയ മർമ്മങ്ങളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു താഴ്മയെ ഇന്ന് രാത്രി ഒന്ന് ധ്യാനിച്ചാൽ, കർത്താവേ, ഞാൻ നിൽക്കുന്ന ദൈവത്തിന്റെ കൃപയാൽ, ഞാൻ ചലിക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ, എനിക്ക് പുകഴാനും പ്രശംസിപ്പാനും ഒന്നുമില്ല. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. കർത്താവേ, നീ എന്നെ അവിടുത്തെ വേലക്കായിട്ട്, ഇങ്ങനെ വചനത്തിൽ വാക്യമുണ്ടല്ലോ, എന്നെ വിശ്വസ്തനെന്ന് എണ്ണി, എന്നെ വേലയ്ക്ക് ഭരമേൽപ്പിച്ചു. വിശ്വസ്തനെന്ന് എണ്ണി. ഹല്ലേലൂയ. God counted me faithful. ഇന്ന് രാത്രി അതൊന്ന് ധ്യാനിക്കാനായിട്ട് നമ്മുടെ ഹൃദയത്തെ നമുക്കൊന്ന് ഏകാഗ്രമാക്കാം. കർത്താവേ, എന്നെ നീ തെരഞ്ഞെടുത്തതിനായിട്ട് നന്ദി. എന്നെ നീ അഭിഷേകം ചെയ്യുന്നതിനായിട്ട് നന്ദി. അവിടുത്തെ കൃപകൾക്കായിട്ട് നന്ദി പറയും. അവിടുത്തെ ശക്തി എന്നിൽ നിന്ന് എടുത്തു മാറ്റിയാൽ, അവിടുത്തെ കൃപ എന്നിൽ നിന്ന് എടുത്തു മാറ്റിയാൽ, ഹല്ലേലൂയ, ഞാൻ ഒന്നുമില്ല കർത്താവേ. ഞാൻ സംസാരിക്കുന്നെങ്കിൽ, ഞാൻ ചലിക്കുന്നെങ്കിൽ,
ഞാൻ ശുശ്രൂഷിക്കുന്നെങ്കിൽ, ഞാൻ പാടുന്നെങ്കിൽ, ഞാൻ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഇതെല്ലാം അവിടുത്തെ കൃപയാപ്പിച്ച ആ മഹാദാനത്തിനായി സ്തോത്രം. ദാറ്റ് വാസ് എ സീക്രട്ട് ഓഫ് പോൾ. അതുകൊണ്ട് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ താന്നിരിക്കും. ഐ ബിക്കേം മിനിസ്റ്റർ. ദൈവം എന്നെ ആക്കിയത. അദ്ദേഹം അക്നോളജ് ചെയ്യുന്ന കേട്ടോ. അദ്ദേഹം ദൈവത്തിന്റെ കൃപയെ ഉയർത്തി പറയുന്ന കേട്ടോ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ആ പിതാവായ ദൈവത്തിൽ നിന്ന് വെളിപ്പെട്ടു വന്ന പുത്രനെ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കാൻ എനിക്ക് കൃപ തന്നേക്കും. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ ഞാൻ, the least among all the saints. കേൾക്കുമ്പോ നമ്മുടെ അകത്തൊരു കുത്തൽ ഉണ്ടാവുന്നുണ്ടോ? എനിക്കുണ്ടാവുന്നുണ്ടോ? അത്രയൊന്നും താഴ്ത്താനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമ്മളെപ്പോഴും പറയും, കർത്താവേ ഞാൻ പുഴുവാണ്, ഞാൻ പൊടിയാണ്. ഈ പുഴുവിനും പാമ്പിനും തമ്മിലുള്ള വ്യത്യാസം അറിയാം. പുഴുവിനെ ആരെങ്കിലും കമ്പുകൊണ്ട് തോണ്ടിയാൽ ഇവൻ അങ്ങ് ചുരുളും. അങ്ങനെ അവൻ റെസിസ്റ്റ് ചെയ്ത് അവന്റെ വലിപ്പം കുറച്ച് അവന്റെ തലയൊക്കെ അങ്ങ് പ്രൊട്ടക്ട് ചെയ്ത്, നമ്മൾ ചെറുപ്പത്തിലേക്ക് ഈ പുഴുവിനോട് കളിക്കുമ്പോൾ അറിയാൽ ഒത്തിരി ഇങ്ങനെ കാലുകളുള്ള ഒരു അട്ടയുണ്ട്. അതേപോലെ നമ്മൾ അതിനെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ കുത്താൻ തോന്നും, അതിനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ തോന്നുമ്പോൾ വാട്ട് ഹി വിൽ ഡു, അതൊരു പന്ത് പോലെ അങ്ങ് ചുരുളും, ഉള്ള നീളവും കൂടെ കുറയ്ക്കും. പക്ഷെ പാമ്പാണെങ്കിലോ അവൻ പുഴുവിനെ പോലെ വളരെ സാധുവായിട്ട് ഇങ്ങനെ ഇടഞ്ഞൊക്കെ പോകും. ഇച്ചിരി മണ്ണ് വാരി ഇട്ട് നോക്കണം, പത്തി വിടർത്തിക്കൊണ്ട് കൊത്താൻ വരുമെന്ന് മാത്രമല്ല, വെറുതെ പോയി എന്നെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞ് നന്നായിട്ടൊന്ന് തന്നിട്ടേ പോകത്തുള്ളൂ. ടു ഓൾവേസ് റിമെമ്പർ ദാറ്റ് യു പ്ലേഡ് വിത്ത് മീ. എല്ലാ ആൾക്കാരും ഓർത്തില്ലോ, നീ എന്നോട് കളിച്ചെന്ന് നീ ഒന്ന് ഓർത്തിരിക്കത്തക്കവണ്ണം അൺഫർഗറ്റബിൾ ആയിട്ടുള്ള അനുഭവങ്ങൾ തരും ചിലര്. പക്ഷെ പൗലോസ് പറയാം, സകല വിശുദ്ധന്മാരിലും ഞാൻ ഏറ്റവും ചെറിയവനാണ്. എവിടുന്ന ഈ താഴ്മ പഠിച്ചത്? എവിടുന്ന ഈ താഴ്മ കിട്ടിയത്? ക്രിസ്തു അകത്ത് വന്നപ്പോ. നമ്മൾ പത്രോസിന്റെ ലേഖനം പഠിച്ചതാ. ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന, ശിഷ്യന്മാർക്ക് ശുശ്രൂഷ അരയ്ക്ക് തോർത്ത് കെട്ടിക്കൊണ്ട്, അരയ്ക്ക് കെട്ടി അരമുറുക്കിക്കൊണ്ട്, ഹല്ലേലൂയ, ഒരു ദാസത്വത്തിന്റെ വേല ചെയ്യുന്ന. താങ്ക് യു ജീസസ്. To me, less than the least of all saints was the grace given. കാരണം ഞാൻ ഈ മാർഗത്തിന്റെ ഏറ്റവും കടുത്ത എതിരാളിയായിരുന്നു. ഞാനൊരു പരീക്ഷനായിരുന്നു. ഞാൻ ഒരു പെർസിക്യൂട്ടർ ആയിരുന്നു. ഞാൻ പീഡിപ്പിക്കുന്നവനായിരുന്നു ദൈവസഭയെ. The most unworthy and most unlikely of men should be the chosen vessel. എന്നെ ഒരു നല്ല പാത്രമായി, മാനപാത്രമായി കർത്താവ് തെരഞ്ഞെടുത്തതാ. To bear the Christ riches to the Gentile world. ജാതികൾക്ക് വേണ്ടി അവൻ കർത്താവിനെ തെരഞ്ഞെടുത്തതാ. How shall he sufficiently give thanks for this? എങ്ങനെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? വാക്കില്ല. Hallelujah. Thank you, Jesus. How express his wonder at the unfathomable wisdom and goodness that a choice displayed in the mind of God. ആ ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് തോന്നിയ ആ സ്നേഹം, ആ കരുണ, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആ ഒരു ചിന്ത ഒന്ന് ആലോചിച്ച് പോയി. നിങ്ങളൊന്ന് ഓരോരുത്തരും ചിന്തിക്കുന്ന ഓരോ രീതിയിലാണ്. അതുപോലെയാ ദൈവത്തിന്റെ ചിന്ത വ്യത്യസ്തമാണ്. ദൈവത്തിന് വേണമെങ്കിൽ ആ തേജസ് കൊണ്ട് പൗലോസിനെ കത്തിച്ചു കളയാൻ, ഒരു ഭസ്മമാക്കി കളയാൻ, ചാരമാക്കി തീർക്കാൻ. കാരണം പുറപ്പാട് ദിവസത്തിൽ ഒരു വാക്യമുണ്ട്, ദൈവം നോക്കിയതേ ഉള്ളൂ. ഫറവോനെ സൈന്യത്തെ ദൈവം നോക്കിയപ്പോൾ അവർ താറുമാറായി പോയി. പകൽ അവർ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ശത്രുക്കൾ ശവങ്ങളായി കിടക്കുന്നു. ദൈവത്തിന്റെ ഒറ്റ നോട്ടം മതി. പക്ഷേ പൗലോസിനെ അങ്ങനെ നശിപ്പിച്ചു കളഞ്ഞില്ല ദൈവം. നമ്മളെ അതുപോലെ തന്നെയാണ്. നശിപ്പിക്കാവുന്ന എത്രയോ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നശിപ്പിക്കാതെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, തന്റെ കൃപയെ പകർന്ന്
ആമേൻ യിരെമ്യാവിനെ അത് കാണിച്ചു കൊടുത്ത പോലെ ഒരു പുതിയ പാത്രമായി മെനഞ്ഞതുപോലെ പൗലോസിനെ ദൈവം പുതിയൊരു ആമേൻ ഒരു ചോസൺ വെസലാക്കി ദൈവത്തിന്റെ മഹാകൃപയെ മഹാദാനത്തെ ജാതികളുടെ ലോകത്തിനു വേണ്ടി ചുമക്കാൻ, അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ പൗലോസിനെ തെരഞ്ഞെടുത്ത കൃപയോർത്താൽ, ആമേൻ ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റാത്ത ദൈവത്തിന്റെ ജ്ഞാനമോർത്താൽ എങ്ങനെ അദ്ദേഹത്തിന് താഴ്മ ധരിക്കാതിരിക്കാൻ പറ്റും? ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിൽ ഞാൻ ഏറ്റവും സ്നേഹിച്ച ചിക്കു കുര്യാക്കോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു രോഗരാജ്യത്ത് ഞാൻ പോയിട്ട് വരുമ്പോ ദൈവം എനിക്ക് ട്രിവാൻഡ്രത്ത് ഒരു മീറ്റിംഗ് തരും. ട്രിവാൻഡ്രത്തെ മീറ്റിങ്ങിന് പോകുമ്പോൾ മമ്മിയുടെ കൂടെ ഒരു സഞ്ചിയും പിടിച്ചോണ്ട് ക്യാൻസർ രോഗിയായി 50 രൂപ കാശ് കയ്യിലില്ലാതെ ട്രിവാൻഡ്രത്ത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങുന്നത് ഓർമ്മ വരും. ദൈവമക്കളെ, ചിലപ്പോഴൊക്കെ ചില നഷ്ടങ്ങളും ചില പ്രതികൂലങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തരുന്നത് എന്തിനാണെന്നറിയാമോ? നോട്ട് ടു ഡിസ്ട്രോയ് യു. പുതിയൊരു കരുത്ത് പകരാൻ വേണ്ടിയാ, പുതിയൊരു ശുശ്രൂഷയുടെ മേഖല പകരാൻ വേണ്ടിയാ. After some years you will look to your eyes of the daddy, you will look to the eyes of your master, you will look to the eyes of your papa, and you will say, heavenly daddy, because of that incident, ആ ഒരു പ്രശ്നം എന്റെ ജീവിതത്തിൽ വന്നതുകൊണ്ടാ എന്റെ മേൽ ആ കൃപ പകരപ്പെട്ടത്. ഞാൻ ഇന്ന് ഇരിക്കുന്ന കസേരയിൽ ഇരിക്കാൻ കാരണമായത്, ഞാൻ ഇന്ന് ഈ സ്ഥാനത്ത് വരാൻ കാരണമായത്, എന്റെ ബിസിനസ് ഇത്രയും അനുഗ്രഹിക്കപ്പെടാൻ കാരണമായത്, എന്റെ ജോലി സ്ഥാപനത്തിൽ ഞാൻ ഇത്രയും മാനിക്കപ്പെടാൻ കാരണമായത് അന്ന് ആ പ്രശ്നം എന്റെ ജീവിതത്തിൽ ഉണ്ടായതാ. കർത്താവേ, ഹല്ലേലൂയ. ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റുമോ? To me, less than the least of all the saints was his grace given. Hallelujah. Amen. സ്തോത്രം. അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം, എനിക്ക് അവിടെ തന്നെ ഐ എം ടേസ്റ്റിംഗ് ഗോഡ്സ് ഗ്രേസ്. കേട്ടോ, ഞാനിത് കർത്താവിന്റെ ആ ഗ്രേസിന്റെ ടേസ്റ്റ് ചെയ്തുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ഐ കനോട്ട് കൺട്രോൾ മൈ ഇമോഷൻസ്. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്, ഹെൽപ് മീ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഞാൻ എബ്രായിൽ ജനിച്ച എബ്രായനാണ്. ഹല്ലേലൂയ. ഞാൻ ആമേൻ അധികാരമുള്ളവനായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ഗമാലിയലിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചവനാ. ന്യായപ്രമാണം മുഴുവൻ എനിക്ക് കാണാതെ അറിയാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഞാൻ അബ്രഹാമിന്റെ സന്തതി പരമ്പരയിലുള്ളവനാ. എനിക്ക് നല്ല അഭിമാനമുണ്ട്. പക്ഷേ എന്നെ കർത്താവ് ജാതികൾക്ക് വേണ്ടി വേർതിരിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ഗോഡ്. ആമേൻ. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിളിയുണ്ടല്ലോ, അദ്ദേഹത്തിന് ഭയങ്കര this office was an unceasing delight for him. Hallelujah. അദ്ദേഹത്തിന് ഭയങ്കര അതിശയമായിരുന്നു. കർത്താവ് എന്നെ തെരഞ്ഞെടുത്തല്ലോ, ജാതികൾക്ക് പ്രവാചകനായി എന്നെ നിയമിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. തിര കണ്ടുപിടിക്കാൻ പറ്റാത്ത പൗലോസിനെ സംബന്ധിച്ചിടത്തോളം കര കാണാൻ പറ്റാത്ത, കര കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സമുദ്രമാണ്. അറുതിയില്ലാത്ത ഒരു സീമയില്ലാത്ത ഒരു കാര്യമാ ദൈവത്തിന്റെ കൃപയെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹെവൻ, സ്വർഗത്തിന്റെ സീമകളെ പൗലോസിന് വേണ്ടി ദൈവം തുറന്നു കൊടുത്തു. 3-ാം സ്വർഗത്തോളം കർത്താവ് തന്നെ എടുത്തോണ്ട് പോയി. ജെന്റൈൽസ് എന്നിട്ട് പകർന്നു കൊടുത്ത അങ്ങോട്ട് വെളിപ്പാട്. എന്തുവാ പകർന്നു കൊടുത്തത്? The Gentiles are partakers of the promise in Christ Jesus. കർത്താവ് 3-ാം സ്വർഗത്തോളം എടുത്തോണ്ട് പോയി കാണിച്ചു കൊടുത്ത ദർശനം എന്തോന്നറിയാം? ജാതികൾ ക്രിസ്തുവിന്റെ അവൻ വാഗ്ദത്തത്തിന് കൂട്ടവകാശികളാണ്. ഹല്ലേലൂയ. ആ ഒരു വെളിപ്പാടിന്റെ ആധിക്യം ഹൃദയത്തിനകത്ത് തിരതല്ലുമ്പോഴാണ് ഇത് എഴുതുന്നത്. With the largeness of divine purpose. ആ ദൈവത്തിന്റെ അകത്തുള്ള ദൈവത്തിന്റെ പർപ്പസ്, ദൈവത്തിന്റെ ഹിതം അകത്തിങ്ങനെ തള്ളുമ്പോഴാ പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവകൃപയുടെ വ്യാപാരത്തെ എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, സ്തോത്രം. ഹല്ലേലൂയ. വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവനായ ഞാൻ. ഇതൊരു false humility അല്ല. Some of us have false humility.
ഫോൾസ് ഹ്യൂമിലിറ്റി ഉണ്ട്. അയ്യോ ഞാൻ പാവമാണേ എന്ന് പറയും. ദാറ്റ്സ് എ ഫോൾസ് ഹ്യൂമിലിറ്റി. പക്ഷെ ഇവിടെ അവൻ ഹൃദയംഗമായിട്ട് അദ്ദേഹം പറയുക, ഐ ആം ദ ലീസ്റ്റ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. ഞാനൊരു അപ്പോസ്തലനാണ്. 1 തീമോഥെയോസ് 2:7 എന്ന് വായിച്ചാൽ, 1 തീമോഥെയോസ് 2:7. പ്ലീസ് റീഡ് ഇറ്റ്. Amen. 1 തീമോഥെയോസ് 2:7 അദ്ദേഹം പറയാ, തക്ക സമയത്ത് അറിയിക്കേണ്ട ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിയും അപ്പോസ്തലനുമായി. ഹോഷ്കല്ല ഞാൻ പറയുന്നത്, പരമാർത്ഥമാ പറയുന്നത്. ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിക്കാനായിട്ട് എന്നെ നിയമിച്ചിരിക്കും. I'm appointed as the teacher of the Gentiles in faith and truth. ആമേൻ. എന്റെ മുന്നിലുള്ള സമയം വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. റോമൻ ഗവൺമെന്റുമായിട്ടുള്ള തന്റെ ടൈപ്പിനെ പറ്റി പറയാറുണ്ട്. ആമേൻ. ദൈവത്തിന്റെ അവൻ ജനത്തിനെതിരെ നിന്നതൊക്കെ പറയാറുണ്ട്. പക്ഷെ അദ്ദേഹം പറയാണ്, I'm selected, I'm chosen. ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ സാക്ഷിയാക്കി എന്നെ മാറ്റി. രാത്രി ആ ദൈവകൃപയുടെ മുമ്പിൽ നമുക്കൊന്ന് ശിരസ് താഴ്ത്താം. താങ്ക് യു ജീസസ്. ദൈവശക്തി ആമേൻ എന്നെ ശുശ്രൂഷകനാക്കി മാറ്റി. സകല വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറിഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. എന്തിനാ ദൈവം എനിക്ക് കൃപ തന്നേന്നറിയാവോ? അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന ആ മർമ്മത്തെ എല്ലാവർക്കും വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാ ആമേൻ എന്റെ മേൽ ദൈവം കൃപ പകർന്നത്. സോ ആ തിരിച്ചറിവുണ്ടല്ലോ, ആ ബോധ്യം എത്ര അനുഗ്രഹമാണെന്നറിയാം. Why God has bestowed His grace upon me. എന്റെ മേൽ എന്തിനാ ദൈവം കൃപ പകർന്നത്? ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ നീ ഒരു കാര്യം എന്നെ ഭരമേൽപ്പിച്ചിട്ട് അവനത് കൊടുത്തല്ലോ എന്ന് പറയാൻ കർത്താവിനെ കൊണ്ട് റിഗ്രറ്റ് ചെയ്യിപ്പിക്കാൻ ഒരിക്കലും ഇടവരുത്തരുത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. അതാണ് അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം ആമേൻ 18 മുതൽ താഴോട്ട് അദ്ദേഹത്തെ ദൈവം സെലക്ട് ചെയ്ത കാര്യം അഗ്രിപ്പാ രാജാവിനോട് പറയാം. സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ഡമസ്കോസിലും യെരുശലേമിലും യഹൂദ്യ ദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവങ്ങളിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായിരിക്കണമെന്ന് പ്രസംഗിച്ചു. Thank you Jesus. Amen. അടുത്ത 10-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പോകുമ്പോ, അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ചു. അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. പിന്നെയും താൻ ചർച്ചിനെ കൊണ്ട് കണക്ട് ചെയ്യുക. ഈസ് കണക്ടിങ് ടു ചർച്ച്. സോ നമ്മൾ നിർത്തിയ ഒരു സ്ഥലമുണ്ട്, the role of the Holy Spirit and anointing in the life of Jesus. ക്രിസ്തുവിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് നമ്മൾ പറഞ്ഞത്, ജനനത്തിങ്കൽ ജനിച്ചത് മറിയയുടെ ഉദരത്തിൽ ഉത്പാദിതനായത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്. താൻ ശുശ്രൂഷയിൽ നയിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും താൻ ചെയ്തത്, മിനിസ്ട്രി ചെയ്തത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്. Amen. And end, he was resurrected by the power of the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും ആണ് ഉയർത്തെഴുന്നേറ്റത്. ഇനിയും കർത്താവ് വരാൻ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ശക്തിയോടും മഹാ തേജസ്സോടും കൂടെ താൻ ഇറങ്ങി വരാൻ പോവുകയാണ്. സോ ആ ഒരു കംപ്ലീറ്റ്നെസ്സിന് വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. ഇന്ന് രാത്രിയില് ആമേൻ, ഇത് ഈ കൃപ തന്റെ മേൽ പകർന്നത് ജാതികൾക്ക് ഇതെല്ലാം അറിയിക്കാനാണെന്ന് ഒരിക്കൽ കൂടെ താൻ പറഞ്ഞിട്ട്, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം, അഗെയിൻ 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ പ്രീഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ അനാദി നിർണയം, പ്രാരംഭത്തിലെ ഉണ്ടായിരുന്ന നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വന്നു. ബിക്കോസ് ഓഫ് ചർച്ച്. സഭയുടെ പ്രത്യേകത 2-ാമത്തെ അധ്യായം അവസാനിപ്പിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞുകൊണ്ടാ വെച്ചത്. To the intent that now to the principalities and powers in heavenly places might be known by the church in the manifold wisdom of God. ശ്രദ്ധിക്കണേ ദൈവമക്കളെ. ആമേൻ. ദൈവത്തിന്റെ ജ്ഞാനം അറിവായി വന്നത് സഭ മുഖാന്തരം. ചർച്ച്. See the role of church there. സഭയുടെ പ്രാധാന്യം. ചിലരുണ്ട് പറഞ്ഞു, പാസ്റ്ററെ എന്തിനാ ഈ ചർച്ച്? വാട്ട് ഈസ് ദ യൂസ് ഓഫ് ചർച്ച്? സഭയുടെ പ്രത്യേകത എന്തുവാ? 10 പേര് കൂടിയിരുന്ന് കൈയടിച്ച് ആരാധിക്കുന്ന മാത്രമാണോ ചർച്ച്? No, no, no. It's not like that. Church is the body of Christ. നമ്മൾ ഈ ദിവസങ്ങളെല്ലാം അതല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് നമ്മളെ അതാ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ശ്രദ്ധിക്കണമേ. അപ്പോസ്തലൻ വളരെ ആങ്ഷ്യസ് ആണ് ഈ കാര്യമൊക്കെ പറയാൻ. ദൈവത്തിന്റെ ആഴങ്ങൾ, ദൈവത്തിന്റെ കൃപകൾ, ദൈവത്തിന്റെ ആമേൻ ആഴമേറിയ വെളിപ്പാടുകൾ, തന്റെ നിത്യതയെ പറ്റിയുള്ള വെളിപ്പാടുകളും തന്റെ കൽപ്പനകളും, ആമേൻ മനുഷ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള തന്റെ രക്ഷണീയ പ്രവൃത്തികളും ഒക്കെ ആമേൻ അദ്ദേഹം പറയുന്നത് ഇറ്റ്സ് എവരിതിങ് ഈസ് നൗ കണക്റ്റഡ് വിത്ത് ദ ചർച്ച്. സഭയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക. താങ്ക് യു ജീസസ്. അടുത്ത വാക്യം, ആമേൻ, ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് നാം മനസ്സിലാക്കുമ്പോൾ ത്രൂ ദ ചർച്ച്, അതെനിക്ക് അത് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. സഭ മുഖാന്തരം, സഭ മുഖാന്തരം, ക്രിസ്തു മുഖാന്തരം എന്നുള്ള ഒത്തിരി വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ അദ്ദേഹം പറയാണ് സഭ മുഖാന്തരം, ത്രൂ ദ ചർച്ച് revealed the mystery of Jew and Gentile, all redeemed by Christ's blood and renewed by His Spirit. There is exhibited to the angels the manifold wisdom of God. ദൈവത്തിന്റെ ബഹുമുഖമായിട്ടുള്ള ജ്ഞാനം. Hallelujah. Thank you Jesus. അതായത് ജാതികളെ വെറുക്കുന്ന യഹൂദനുമായി സംബന്ധമില്ലാത്ത ജാതിയെയും ഒന്നിപ്പിച്ചു കൊണ്ടുവരുന്ന ദൈവത്തിന്റെ രക്ഷണ്യ പദ്ധതിയുടെ പേരാണ് സഭ. അത് ദൈവം അനാദികാലങ്ങൾ മുദ്രയിട്ട് വെച്ചിരുന്നതാണ്. അപ്പോസ്തോലിക് ഏജ് വന്നപ്പോഴാ ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തു. പിന്നെ ശ്രേഷ്ഠ അപ്പോസ്തോലന്മാർക്ക്, ഇത് പറയുമ്പോൾ ആത്മാവ് ഞാൻ പറയട്ടെ, ദൈവത്തിൽ താഴ്മ ധരിക്കുന്ന ദൈവദാസന്മാർക്ക് ദൈവം വെളിപ്പാടുകളെ പകരും. Paul says, I'm least among the saints. ഇങ്ങനെയുള്ളവരെ ദൈവം അങ്ങ് വെളിപ്പാടിനകൾ നിറയ്ക്കും. പൗലോസ് പറയാ, He appointed me to announce it. ഈ സഭ മുഖാന്തരം വെളിപ്പെട്ടു വന്ന ഈ വലിയ മർമ്മത്തെ വിളിച്ചു പറയാൻ ദൈവം എന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കും. I'm appointed. Hallelujah. Thank you Jesus. ദൈവത്തിന്റെ ബഹുമുഖ ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം, in His manifold wisdom. നിങ്ങളത് ധ്യാനിക്കണം. ദൈവത്തിന്റെ ജ്ഞാനം ഇത് വല്ലതും ഗ്രഹിക്കാൻ പറ്റുന്ന വല്ലതും ആണോ? ഹാലലൂയ. ദൈവത്തിന്റെ ജ്ഞാനം മനുഷ്യർക്ക് ഗ്രഹിക്കാൻ പറ്റുമോ? എന്നാൽ സഭ മുഖാന്തരം
അതെല്ലാം നമുക്ക് അറിവായി വന്നിരിക്കുന്നു എന്ന ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. എന്റെ മുന്നിലുള്ള ടൈം അവസാനിപ്പിക്കുമ്പോൾ രാത്രി ആ ദൈവകൃപയുടെ മുമ്പിൽ നമുക്കൊന്ന് വിധേയപ്പെടാം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ആമേൻ. ജാതികളായ നമ്മെ ആ ക്രിസ്തു എന്ന ആ സഭയോട് ചേർത്ത് പണിയുവാൻ സ്വർഗത്തിന് പ്രസാദം തോന്നിയതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. 11-ാം വാക്യം പറയുക, യേശു ക്രിസ്തുവിൽ ആമേൻ നിവർത്തിച്ച അനാദി നിർണയം. ക്രിസ്തു യേശുവിലൂടെ ദൈവത്തിന്റെ അനാദി നിർണയത്തെ നിവർത്തിച്ചു. ആമേൻ. ക്രിസ്തുവിലൂടെയാണ് നിവർത്തിച്ചത്. അത് സഭ മുഖാന്തരം അറിയാൻ. ഇന്ന് ഈ ലോകത്തിൽ ക്രിസ്തുവിനെ അറിയണമെങ്കിൽ only through the church you can know. ചർച്ച്, സഭ മുഖാന്തരമാണ് കർത്താവിനെ അറിയാൻ പറ്റുന്നത്. ചർച്ചിലൂടെ. അതാ ഇവിടെ എഴുതിയേക്കുന്നത്, സഭ മുഖാന്തരം അറിയായി വരുന്നു. 12-ാം വാക്യം, അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനമുണ്ട്. ഹല്ലേലൂയ. രണ്ട് കാര്യമാണ്. അവനിൽ ആശ്രയിക്കുക, അവനിൽ വിശ്വസിക്കുക. In him we have our boldness and access. ഇത് പഴയ നിയമ ഭക്തന്മാരെ ഉദ്ദേശിച്ചല്ലേ പറയുന്നത്. അവർക്ക് ആക്സസ് ഇല്ലായിരുന്നു. അവർക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഇല്ല. ആമേൻ. അവർക്ക് പറയാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അവർക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഒരു വ്യവസ്ഥാപിതമായ സ്ഥലം വേണ്ട, വ്യവസ്ഥാപിതമായ സമയം വേണ്ട. ഏത് സമയത്തും കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാൻ ദൈവം കൃപയാൽ നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാൻ we have that boldness. ആ ധൈര്യം കിട്ടി. സ്തോത്രം. എങ്ങനെ കിട്ടിയത്? അവനിൽ ആശ്രയിച്ചു കൊണ്ടാ കിട്ടിയത്. 2, എങ്ങനാ കിട്ടിയത്? അവങ്കിലുള്ള വിശ്വാസത്താലാണ് കിട്ടിയത്. ആ ഒരു വെളിപ്പാട്, ആ ഒരു മർമ്മം ഒന്ന് ഗ്രഹിച്ചാട്ട്. കർത്താവിൽ വിശ്വസിച്ചോണ്ടാ ധൈര്യം കിട്ടിയത്. കർത്താവിൽ ആശ്രയിച്ചത് കൊണ്ടാ ധൈര്യം കിട്ടിയത്. ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാനുള്ള ധൈര്യം അവൻ നമുക്ക് കിട്ടിയത്. താങ്ക് യു ജീസസ്. അവൻ ദൈവത്തിലുള്ള വിശ്വാസമാണ്. ഇതേ കാര്യം തന്നെ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. We have access to the Father. ദൈവമക്കളെ, നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ വോട്ട് മേടി ജയിച്ചവരാണ് നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ MP-യും നമ്മുടെ MLA-യും. നമ്മുടെ MLA-മാര് നമ്മുടെ വീട്ടിൽ എത്ര പ്രാവശ്യം വരും? ഇലക്ഷന്റെ സമയത്ത് അറ്റ്ലീസ്റ്റ് 3 പ്രാവശ്യമെങ്കിലും വരും. ഇല്ലെങ്കിൽ നമ്മൾ വോട്ട് കൊടുക്കത്തില്ലെന്ന് അവർക്കറിയാം. പക്ഷെ വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സൈക്കിളെ റോഡിൽ കൂടെ പോകും, അവർ സ്റ്റേറ്റ് കാറെ ചീറിപ്പായും. അവരുടെ കൊടി വെച്ച കാറിൽ അവർ പോകുമ്പോ നമ്മള് സൈഡിൽ നോക്കിക്കൊണ്ട് നിൽക്കും. അതാണ് ജനാധിപത്യം. പിന്നെ അവരെ കാണണമെങ്കിൽ നമ്മുടെ വോട്ട് കൊണ്ടാ ജയിച്ചത്, കാര്യമൊക്കെ സത്യമാ. അപ്പോയിന്റ്മെന്റ് എടുക്കണം. മന്ത്രിയായി കഴിഞ്ഞാൽ അവർക്ക് PA ഉണ്ട്. അവരുടെ ഓഫീസിൽ ചെല്ലണമെങ്കിൽ പ്രത്യേകമായ അനുവാദങ്ങൾ വേണം. യു ഹാവ് നോ ആക്സസ് ടു ദം. അവർ അൺഅക്സസബിൾ ആയി. പക്ഷെ ഇന്ന് രാത്രി ഒരു വലിയ അതിന്റെ ഡെപ്ത് ഒന്ന് മനസ്സിലാക്കിക്കേ, ഒന്ന് ഗ്രഹിക്കാൻ ശ്രമിച്ചേ. അയ്യോ, ദൈവത്തിങ്കലേക്ക് ചെല്ലാന് നമുക്ക് ഒരു തടസ്സങ്ങളും ഇല്ല. നമ്മൾ ആയിരിക്കുന്ന അതേ അവസ്ഥയില് കേറി ദൈവസന്നിധിയിലോട്ട് ചെല്ലാൻ ദൈവം അങ്ങ് സ്വാതന്ത്ര്യം തന്നേക്കുക. അതൊരു ചെറിയ കാര്യമായിട്ടാണോ ഇന്ന് രാത്രി നമ്മുടെ മനസ്സിൽ വരുന്നത്? ഹല്ലേലൂയ,
താങ്ക് യു ജീസസ്. ആമേൻ. അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്കെന്നൊരു വാക്ക് കേട്ടോ, വി എന്ന് പറഞ്ഞ എന്തുവാ? both Jews and Gentiles. And the we in this verse includes both Jews and Gentiles. Access. 18-ാമത്തെ 2:18 ആ ഒരു പ്രവേശനത്തെ പറ്റി പറഞ്ഞിട്ട്, പഴയ നിയമത്തിൽ the high priest holy of the holiesൽ കേറുന്നത് പോലെ എന്താ അദ്ദേഹത്തെ ബോൾഡ് ആക്കിയത്? അദ്ദേഹത്തിന്റെ സ്ഥാനവസ്ത്രമാണ്. അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തേക്ക, തന്റെ മേൽ വീണ അഭിഷേക തൈലമാണ്, തന്റെ സ്ഥാനമാണ്. എന്നാൽ ഇന്നു രാത്രി എന്താ നമ്മളെ ബോൾഡ് ആക്കുന്നത്? ക്രിസ്തുവിലുള്ള വിശ്വാസം. ആമേൻ, ആമേൻ. ക്രിസ്തുവിലുള്ള ആശ്രയം. ഹല്ലേലൂയ. ഇതാണ് നമ്മളെ ബോൾഡ് ആക്കുന്നത്. ഇതാണ് നമുക്ക് ധൈര്യം തരുന്നത് ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലുവാൻ വേണ്ടി. ആമേൻ. എബ്രായ ലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 9-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഹീബ്രൂസ് chapter 10:19. ഹീബ്രൂസ് 10:19. എബ്രായർ 10:19. ഞാൻ ആദ്യം തെറ്റായിട്ട് പറയും, ക്ഷമിക്കുക. എബ്രായർ 10:19. യെസ്, ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി, കർത്താവായ യേശു ക്രിസ്തു തന്റെ ശരീരം എന്ന തിരശീല കീറിയിട്ട് ഒരു പുതിയ വഴി നമുക്ക് വേണ്ടി തുറന്നു. ഒരു പഴയ റോഡല്ല. എ ന്യൂ വേ ഈസ് ഓപ്പൺ. തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യം ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും. ബ്ലെസ്സിംഗ് എന്നുള്ള വാക്ക് നമ്മൾ ബ്ലെസ്സിയാൻ എന്ന പദം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചത് തളിക്കപ്പെട്ടവർ. നമ്മുടെ ഹൃദയത്തിൽ യേശുവിന്റെ രക്തം തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി. That shows the baptism. വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥതയോടെ അടുത്തു ചെല്ലുക. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നമുക്ക് അടുത്തു ചെല്ലാൻ പറ്റും. കാരണം അടുത്ത വാക്യം പറയാം, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. We have confidence through faith of him. എന്തുവാ ഫെയ്ത്ത് എന്ന് ഇവിടെ മനസ്സിലായി. എന്താ നമ്മുടെ ധൈര്യം? അവന്റെ വിശ്വാസമാ ധൈര്യം. കാരണം കർത്താവ് നമ്മളെ കൈവിടത്തില്ല. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാന്നുള്ള ആ ഒരു ഉറപ്പ് നമുക്കുണ്ട്. എന്തുവാ കർത്താവ് വാഗ്ദത്തം ചെയ്തത്? ആമേൻ. തന്റെ കർത്താവ് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർക്ക് മക്കളാകുവാനുള്ള അവകാശം കൊടുത്തു, അധികാരം കൊടുത്തു. ആ മക്കൾക്ക് സമയഭേദം കൂടാതെ കൃപാസനത്തോളം അടുത്തു ചെല്ലുവാനുള്ള അവകാശം കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഒരിക്കലും എനിക്ക് നിന്നെ അറിയത്തില്ലെന്ന് പറയത്തില്ല. ആ ഒരു വിശ്വാസം നമുക്കുണ്ട്. ആ കൃപാസനത്തിലേക്ക് അടുത്ത് എന്നാൽ നമ്മളെ ആ ദൈവം കൈവിടില്ല എന്നൊരു വിശ്വാസം നമുക്കുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അവനാണ് നമ്മുടെ രക്ഷ. അവിടുന്നാണ് നമ്മുടെ റീകൺസിലർ. ഹല്ലേലൂയ. ഹി ഈസ് അവർ കോൺഫിഡൻസ്. യേശുവാണ് നമ്മുടെ കോൺഫിഡൻസ്. ഹല്ലേലൂയ. ത്രൂ ഫെയ്ത്ത് ഇൻ ഹിം. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ എന്നെ ക്രിസ്തുവിലായിരിക്കും മുഴുവനും കിട്ടിയത്. ഹല്ലേലൂയ. യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ത്രൂ ദ ഫെയ്ത്ത് ഓഫ് ഹിം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആ രണ്ട് കാര്യങ്ങളാണ് ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശനത്തിന് നമുക്ക് ഇൻസ്ട്രുമെന്റലായത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകിയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആ വാക്കും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. അവൻ ആ വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ പ്ലീസ്. 13-ാമത്തെ വാക്യം. I only have 2 minutes left today. Therefore I beg that ye faint not at the tribulations of you. ഒരു അപേക്ഷ, ബെഗ്ഗിയ, താണു വീണ് പറയുക, കാല് പിടിച്ചു പറയുക, താഴ്മയായിട്ട് പറയുക. നിങ്ങൾ ഈ പ്രശ്നങ്ങളിൽ അധൈര്യപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ.
ഒരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ടച്ചിങ് റിക്വസ്റ്റാ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. എനിക്കതിനെ പറ്റി വിവരിച്ചു പറയാനുണ്ടെങ്കിലും എന്റെ മുന്നിൽ സമയമില്ല. താങ്ക് യു ജീസസ്. ആമേൻ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഫിലിപ്പിയ ലേഖനത്തിലാന്ന് തോന്നുന്നു, എന്നെ വാക്യം ഒന്ന് എടുത്തോട്ടെ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 26-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. ലെറ്റ് മീ ടേക്ക് ദാറ്റ് വേഴ്സ്. ഫിലിപ്പിയ ലേഖനം 2:26. അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചു. ദീനമായി കിടന്ന് നിങ്ങൾ കേട്ടത് വ്യസനിച്ചു വിരിക്കുന്നു. അവൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു സത്യം, എങ്കിലും ദൈവം അവനോട് കരുണ കാണിച്ചു. അവനോട് മാത്രമല്ല, ആമേൻ, എനിക്ക്. താങ്ക് യു ജീസസ്. ആമേൻ, ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോട് കൈക്കൊള്ളാൻ ആമേൻ. ആമേൻ. ഫിലിപ്പിയ ലേഖനം 2:26 അല്ല, ആ വാക്യം എനിക്ക് കിട്ടുന്ന നാളെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. താങ്ക് യു ജീസസ്. പൗലോസിന് അറിയാമായിരുന്നു താൻ എന്തിനു വേണ്ടിയാണ് കഷ്ടത സഹിക്കുന്നത്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് താൻ നിന്ന സഹിക്കുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. മൈ ഗോഡ്. ഇവിടെ 2 എക്സ്പ്രഷൻ പറയുന്നുണ്ട്. മൈ ട്രിബുലേഷൻസ് ഫോർ യു. അത് അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന്റെ പ്രതികൂലത്തിന്റെ ആഴത്തെ വെളിപ്പെടുത്തുന്നത്. ഞാൻ സഹിക്കുന്ന കഷ്ടം. പൗലോസ് ജയിലിൽ കിടന്നുകൊണ്ടല്ലേ ഇത് എഴുതുന്നത്. കഷ്ടതയുടെ നടുവിലാ കിടക്കുന്നത്. അതിനകത്ത് കിടന്നുകൊണ്ടായി മഹിമാതനം ഒക്കെ വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അദ്ദേഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന്റെ ആഴം ഈ 2 എക്സ്പ്രഷനിൽ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങള് അധൈര്യപ്പെട്ടു പോകരുത്. അപ്പൊ ഈ പ്രശ്നം ധൈര്യത്തെ ചോർത്തിക്കളയത്തക്ക ആഴമുള്ള പ്രശ്നമാണ്. ഇതിന്റെ നടുവിൽ നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്. ഞാൻ ഈ സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാണ്. അതാണ് എന്നെ ബലപ്പെടുത്തുന്നത്. ഞാൻ അനുഭവിക്കുന്നത് if the power of evil had gone upper hand, amen, see, which is your glory, നിങ്ങളുടെ മഹത്വമാണ്. അതാണ് പൗലോസിന്റെ ക്യാരക്ടറിന്റെ പ്രത്യേകത. That is the capacity of the apostle of Jesus Christ to the Gentile, which I suffer tribulation. Hallelujah. അത് നിങ്ങളുടെ മഹത്വമാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ കഷ്ടത, അതവിടെ എവിടെയോ പൗലോസ് പറയുന്നുണ്ടല്ലോ ലേഖനങ്ങൾക്കകത്തില്, എന്റെ മരണം നിങ്ങളിലേക്ക് ജീവനെ പകർന്നുകൊണ്ടിരിക്കുക. മൈ ഡെത്ത്, ഞാൻ മരിച്ചുകൊണ്ടിരിക്കുക ഈ സുവിശേഷത്തിന് വേണ്ടി. പക്ഷെ നിങ്ങളിലേക്ക് അത് മഹത്വമായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കും. അതേ ദൈവമക്കളെ, നമ്മൾ കഷ്ടത അനുഭവിക്കുമ്പോൾ ഓർത്തോണം, ദൈവത്തിന്റെ സഭയ്ക്ക്, ദൈവമക്കൾക്ക് അത് മഹത്വമായി തീരും. ഞാൻ അനുഭവിക്കുന്ന കഷ്ടത, ഞാൻ സഹിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ഞാൻ സഹിക്കുന്ന കഷ്ടതകൾ നിങ്ങളുടെ മഹത്വമാകയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഞാനിവിടെ അവസാനിപ്പിക്കുക. അടുത്തത് പൗലോസിന്റെ പ്രാർത്ഥനയാണ്. കർത്താവ് അനുവദിച്ചാൽ the prayer for their spiritual enrichment, ആമേൻ, ആത്മാവിന്റെ ആത്മീയ ഫലങ്ങൾ മാറുവാനുള്ള പ്രാർത്ഥനയാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. കഷ്ടതയിൽ ധൈര്യം ചോർന്നു പോകരുത്, അധൈര്യപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. എന്തിനാണ് സ്വർഗം നമ്മുടെ മേൽ കഷ്ടത അനുവദിക്കുന്നത് അറിയാമോ? പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, അത് മറ്റുള്ളവരുടെ മഹത്വമാണ്, ദൈവസഭയ്ക്ക് മഹത്വമാണ്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഒരു വാക്യം കഷ്ടത്തിലൂടെ പോകുന്നവരെ ബലപ്പെടുത്താൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തരുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവം നമ്മളിൽ കഷ്ടത അനുവദിക്കുന്നറിയാമോ? 2 കൊരിന്ത്യർ 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ദൈവം നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അവരിലേക്ക് ദൈവം മഹത്വം നമ്മളിലൂടെ പകർന്നുകൊണ്ടിരിക്കുക. കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന്
ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിൽ കഷ്ടങ്ങൾ ഞങ്ങൾ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഹല്ലേലൂയ. കഷ്ടങ്ങൾ പെരുകുന്നുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്ത് ആശ്വാസവും പെരുകുന്നുണ്ട്. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ആ പൗലോസിന്റെ രണ്ടാമത്തെ പ്രാർത്ഥന എഫേസ്യ ലേഖനത്തിലെ പഠിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ.